السلام عليك أيها النبي ورحمة الله وبركاته. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعوة فيها سبحانك اللهم وتحية فيها السلام وآخر دعواهم الحمد لله رب العالمين. ആമീൻ. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കട്ടെ. ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസിൽ എന്തെല്ലാം നിയ്യത്തുകളുമായി ഏതെല്ലാം നാടുകളിൽ നിന്ന് ദുആ വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ, ഇവിടെ വന്നു ചേർന്നവരും എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ദുആയിൽ പ്രതീക്ഷയോടെ കഴിയുന്നവരുമായ മുഴുവൻ ആളുകളുടെയും ഹലാലായ മുഴുവൻ മുറാദുകളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാ വിഷമതകളെയും ആശങ്കകളെയും പ്രയാസങ്ങളെയും നാഥനായ റബ്ബുവിന്റെ മഹദ് ഫضل കൊണ്ട് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. വിശിഷ്യ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് തിരുവനന്തപുരം മണക്കാട് നിന്ന് വന്നിട്ടുള്ള കാമില എന്ന സഹോദരി കാമില നാസറുദ്ദീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിച്ച് ആകെ കുടുംബത്തിൽ ബുദ്ധിമുട്ടൊക്കെയായി കഴിയുന്ന മകൾക്കും മരുമകനും ഹൈറായൊരു ജീവിതം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിന് തടസ്സമായിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, അത് ആരോഗ്യപരമാകട്ടെ, മാനസികമാകട്ടെ, ലൈംഗികമാകട്ടെ, ഏത് രൂപത്തിലാണെങ്കിലും അതിനൊക്കെ റഹ്മാനായ റബ്ബ് എത്രയും വേഗം അവന്റെ മഹദ് ഫضل കൊണ്ട് ഹൈറായൊരു പരിഹാരം കൊടുക്കട്ടെ. എത്രയും വേഗം ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ മക്കളെ കൊണ്ട് അവരുടെ ജീവിതത്തിൽ അല്ലാഹു ധന്യമാക്കട്ടെ. ഒരുപാട് പേരുടെ പ്രതീക്ഷകളായി മാറിയ ഈ മജ്ലിസിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പ്രത്യേകമായ കരുണ കൊണ്ട് ഇവർക്കും ഈ നിയ്യത്തിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളും സന്തോഷങ്ങളും ഒക്കെ അല്ലാഹു കൊടുക്കട്ടെ. അതുപോലെ അവരുടെ മരുമകന്റെ സഹോദരന് സ്വാലിഹായ ഒരു ഇണയെ ലഭിക്കുന്നതിനും അല്ലാഹു അവസരം നൽകട്ടെ. വയസ്സ് 34 ഇതുവരെയും അനുയോജ്യമായ ഒരു വിവാഹം നടന്നു കിട്ടാത്തതിന്റെ വിഷമത്തിലായി കഴിയുന്ന ആ സഹോദരന് ഏറ്റവും അനുയോജ്യയായ സ്വാലിഹത്തായ ഒരു സഹോദരിയെ കൊണ്ട് അവരുടെ ജീവിതത്തിന് അല്ലാഹു ധന്യമാക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റെന്തെല്ലാം നിയ്യത്തുകൾ അവർ പ്രത്യേകം മനസ്സിൽ കരുതിയോ അതിനെയും റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. അതുപോലെ ആയൊരു കാരാളിക്കുളം ഡോക്ടർ സോഫിയ സുബൈർ, അല്ലാഹു ആ ഡോക്ടറെയും കുടുംബത്തിനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെ ബ്രാഞ്ച് പ്രവർത്തിക്കുന്ന കെട്ടിടമൊക്കെ നമുക്ക് തന്ന ഡോക്ടർ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും കൊടുക്കട്ടെ. അവരുടെ തലവേദനയും ആരോഗ്യ പ്രതിസന്ധികളും എത്രയും വേഗം അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആക്സിഡന്റിനെ തുടർന്നുള്ള അസ്വസ്ഥതകൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. നമസ്കാരത്തിന് സമാധാനത്തോടെ റാഹത്തായി സുജൂദ് ചെയ്യാൻ കഴിയാത്ത ബുദ്ധിമുട്ടുന്ന അവസ്ഥ, തല കുനിക്കാനും മറ്റും കഴിയാത്ത ബുദ്ധിമുട്ടിനെ
എത്രയും വേഗം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അവരുടെ രോഗം മാറിയാൽ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്തിട്ടുള്ള നേർച്ച എത്രയും വേഗം വീടാൻ കഴിയുന്ന രൂപത്തിൽ ആരോഗ്യം പ്രതിസന്ധി അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അതുപോലെ അവരുടെ മകളുടെ കുട്ടിയുടെ ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുണ്ടായ മുറിവും മറ്റു ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. എത്രയും വേഗം അവരുടെ വീട് കുടുംബവും ഒക്കെയായി ബന്ധപ്പെട്ട എല്ലാ വിഷമതകളെയും നാഥനായ റബ്ബിന്റെ മഹദ് ഫദ്ല് കൊണ്ട് മാറ്റി കൊടുക്കുമാറാകട്ടെ. റാഹത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അഴീക്കോട് സ്വദേശിയും നിലവിൽ വെള്ളയാണി തിരുവനന്തപുരം വെള്ളയാണിയിൽ താമസിക്കുന്ന നൗഫിയ എന്ന സഹോദരി, അവരുടെ പിതാവിന്റെ മാതാവ് മരണപ്പെട്ടിട്ട് 8 വർഷം പൂർത്തിയാവുകയാണ്. റഹ്മാനായ റബ്ബ് ആ മാതാവിന് സ്വർഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. സന്തോഷകരമായ പരലോകം നൽകപ്പെടുന്നു എടുത്തിട്ടെ. അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാക്കൾ, പിതാവ്, വേണ്ടപ്പെട്ടവർ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. സ്വർഗം നസീബാക്കട്ടെ. പരലോകത്തെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കൊല്ലം കൊട്ടിയം സ്വദേശിയായി സിജിന എന്ന സഹോദരി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ പള്ളിക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള ഹദിയ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ ഭവനത്തിന് വേണ്ടി നൽകപ്പെടുന്ന സദഖകൾക്ക് എന്തെല്ലാം പ്രതിഫലമാണോ ദുനിയാവിലും ആഖിറത്തിലും ഈ ഉമ്മത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അത് മുഴുവനും ലഭിക്കുന്ന സ്വാലിഹാത്തുകളിൽ ആ സഹോദരി അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ സഹോദരിയുടെ ഹലാലായ മുഴുവൻ ആഗ്രഹങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വെമ്പായം ജൂല അമീർ രണ്ടുപേരുടെയും കുടുംബത്തിലെ എല്ലാവിധ ദോഷങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. വിഷമതകളെ പടച്ചിറപ്പ് മാറ്റി കൊടുക്കുമാറാകട്ടെ. മക്കളുടെ ജോലിയിലും കുടുംബത്തിലും ഒക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ. വെഞ്ഞാറമൂട് ആസിഫ് എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും ബറക്കത്തും നാഥനായ റബ്ബ് നൽകട്ടെ. എല്ലാവിധ ഖൈറും പടച്ചിറപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. വെഞ്ഞാറമൂട് ഷമീർ എന്ന സഹോദരന്റെ മാതാവിന്റെ സഹോദരി ഫാത്തിമ ബിവി മരണപ്പെട്ടിട്ട് 3 വർഷമാവുന്നു. ആ മാതാവിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സ്വർഗ്ഗം നസീബാക്കട്ടെ. പരലോകത്തെ വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദുആയിലും അല്ലാഹു ഒരു പങ്കാളിത്തം കൊടുക്കട്ടെ. അതേപോലെ ഷമീറിന്റെ ബന്ധു വെഞ്ഞാറമൂട് ലൈല എന്ന സഹോദരി, അവരുടെ രോഗങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. ശമനം കൊടുക്കട്ടെ. ശിഫ കൊടുക്കട്ടെ. ആരോഗ്യം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ വെമ്പായം ഷമീറിന്റെ ബന്ധു ഹക്കീം എന്ന സഹോദരൻ, അവരുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകട്ടെ. നിയത്ത് ചെയ്ത വിഷയങ്ങൾ അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. പെരിങ്ങമല റാഷിദ എന്ന സഹോദരിയുടെ മരണപ്പെട്ടു പോയ മാതാവിന്റെ 29 വർഷം തികയാണ്. അല്ലാഹു മഗ്ഫിർലഹ വറഹംഹ. മാതാവിന് അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. പരലോകത്തെ വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നന്മ തിന്മയുടെ ഗ്രന്ഥം അല്ലാഹു വലങ്കയിൽ കൊടുക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ കാര്യവട്ടം തമീമുൽ അൻസാരി സാറ്, അവരുടെ പിതാവ് ഇബ്രാഹിം സാഹിബ്, മസ്ഊദ് അമ്മാർ സാഹിബ്, ആസാദ് ഖാൻ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ 2 പേരും, തമീമുൽ അൻസാരി സാറിന്റെ മാതാവും പിതാവും, അതുപോലെ സാറിന്റെ ഭാര്യയുടെ പിതാവ് ആസാദ് ഖാൻ, അല്ലാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ, സ്വർഗ്ഗം നസീബാക്കട്ടെ. നാളെ പാരത്രിക ലോകത്തെ വിജയികളിൽ നാഥനായ റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറും ബറകാത്തുകളും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സാറിന്റെ കുടുംബത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റെന്തെല്ലാം നിയ്യത്തുകൾ പ്രത്യേക ദുആ വസിയത്തുമായി ഏൽപ്പിച്ചവരുണ്ടോ, അതിൽ ആരെല്ലാം ഏതെല്ലാ നിയ്യത്തുകളുമായി ഏൽപ്പിച്ചു അതിനെയൊക്കെ റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ, സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വിശേഷ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് എല്ലാവരും ആത്മാർത്ഥമായിട്ട് അമീൻ പറയണം. നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ ഹക്കീം ഉസ്താദ് അവர்களுം സുഹൃത്തുക്കളും പരിശുദ്ധമായ ഹറമിലേക്ക് യാത്ര തിരിക്കാൻ കഴിഞ്ഞ ദിവസം ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ സൗദിയിലെ ഗവൺമെന്റിന്റെ ഹജ്ജ് വിസാറത്തുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ പ്രോബ്ലംസ് കാരണം യാത്ര മുടങ്ങി. വളരെ വിഷമത്തിലാണ്. ഈ ദിവസവും നാളെയും പരിശുദ്ധമായ ഹറമിൽ ഉംറയിൽ കഴിയാൻ ആഗ്രഹിച്ചിറങ്ങിയ അവർക്ക് കൂട്ടത്തിൽ എല്ലാവർക്കും ഒരു തടസ്സവും ഇല്ലാതെ അടുത്ത ദിവസം വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയിലും ഞെരുക്കത്തിനും ഒക്കെ കഴിയുമ്പോൾ അതിനൊക്കെ പരിഹാരമായി സമാധാനത്തോടെ റാഹത്തായി പുണ്യമായ ഹറമിലെത്തി ഉംറയും സിയാറത്തും മർദിയായി മഖബൂലായി നിർവഹിക്കാൻ അല്ലാഹു അവസരം കൊടുക്കട്ടെ.
അതിന് ആഗ്രഹിക്കുന്നത് എന്താണോ ഹലാലായ മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു എളുപ്പമാക്കി പ്രതീക്ഷിച്ചതിലും അപ്പുറം ലളിതമായി എളുപ്പത്തിൽ റാഹത്താക്കി റഹ്മാനായ നടത്തി കൊടുക്കട്ടെ. അത് സാധ്യമാവുകയാണെങ്കിൽ മനസ്സിൽ കരുതിയിട്ടുള്ള നേർച്ച വീട്ടാൻ എത്രയും വേഗം അല്ലാഹു അവസരം കൊടുക്കട്ടെ. അതിന് ഒരു തടസ്സങ്ങളും പറയാതെ എത്രയും വേഗം അത് പൂർത്തീകരിച്ചു കൊടുക്കാൻ അല്ലാഹു വിധി കൂട്ടട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات بالعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في كل أمورنا خصوصا في اجتماعنا هذا بركة ورحمة وسلامة تامة يا راحم المساكين. اللهم بارك لنا في كل أمورنا خصوصا فيما أعطيتنا وبارك لنا فيما تعطينا وارزقنا خير الدنيا وخير الآخرة واصرف عنا شر الدنيا وشر الآخرة. اللهم سلمنا وسلم أهلنا وسلم كل من تعلقوا بنا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين. അർഹമുർ റഹീമായ അല്ലാഹ്, കരുണാവാരിധിയായ റഹ്മാനെ, സാധുക്കളായ പാപികളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നേ വരെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ എന്തെല്ലാം തെറ്റുകൾ കുറ്റങ്ങൾ എത്രയുണ്ടെന്നറിയാത്ത പാപികളാണ് റബ്ബേ. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, കരുണ ചെയ്യണേ അല്ലാഹ്, നീ കാരുണ്യത്തിന്റെ കവാടം തുറക്കണേ അല്ലാഹ്. പടച്ചവനെ, പാപം എത്ര അധികരിച്ചാലും നിന്റെ വിശാലമായ മർഹമത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് വന്നവരാണ് നാഥാ. നിന്റെ പടിവാതിൽക്കലെത്തുന്ന ഞങ്ങളെ നീ ആട്ടി അകറ്റുള്ള റബ്ബേ. നിന്റെ ശറഫായ പരിപാവനമായ വിശുദ്ധമായ ശഅബാനിലേക്ക് ഞങ്ങളെ നീ എത്തിച്ചല്ലോ അല്ലാഹ്. പുണ്യമായ റമദാനിലും ആരോഗ്യത്തോടെ റാഹത്തായി മനസ്സമാധാനത്തോടെ എത്തിക്കണം നാഥാ. ഒരു നോമ്പ് പോലും ഒരു തറാവീഹ് പോലും നഷ്ടപ്പെടുത്താതെ പരിപാവന റമദാനിനെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസിൽ പ്രതീക്ഷയോടെ വന്നു ചേർന്ന പലരുമുണ്ട് റബ്ബേ. എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദുആ വസിയത്തുമായി കഴിയുന്നവരുണ്ട് റഹ്മാനെ. ഓരോ വ്യക്തിത്വങ്ങളും അവരുടെ മനസ്സിന്റെ വേദനകൾ, വേവലാദികൾ, ആശങ്കകൾ, ആശയക്കുഴപ്പങ്ങളൊക്കെയായി
ദുആ ചെയ്യാൻ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ നീ അറിയുമല്ലോ റബ്ബേ. പടച്ച റബ്ബേ, നീ പ്രത്യേകം സ്വീകരിക്കണം അല്ലാ. തണൽ നൽകണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ. നിന്റെ പരിപാവനമായ ഹറം ശരീഫിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ ഹബീബിന്റെ ചാരത്തിലെത്തി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പറഞ്ഞ സലാം പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവനെ, നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് നടന്നു വരുമ്പോ യാത്ര മുടങ്ങിപ്പോയതിന്റെ തീരാവിഷമത്തിൽ വീടുകളിൽ കരഞ്ഞു കഴിയുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും എത്രയും വേഗം അടുത്ത ദിവസം തന്നെ റാഹത്തായി നിന്റെ പുണ്യമായ ഭവനത്തിലെത്താൻ നിന്റെ ഹബീബിന്റെ ചാരത്തിലെത്തി സലാം പറയാനുള്ള വിധി കൂട്ടണേ അല്ലാ. നീ പ്രത്യേകം കരുണ ചെയ്യണം അല്ലാ. എന്ത് വീഴ്ചകൾ സംഭവിച്ചെങ്കിൽ നീ വിട്ടുവീഴ്ച ചെയ്യണം അല്ലാ. മാപ്പ് നൽകണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ. നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. കാരുണ്യത്തിന്റെ കവാടങ്ങളെ തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, അതിന് തടസ്സമായി എന്തെല്ലാം വിഷയങ്ങൾ, വാക്കുകൾ, തീരുമാനങ്ങൾ എന്ത് വരുമെങ്കിലും അതെല്ലാം തടഞ്ഞു നിർത്തി അനുകൂലവും പ്രതീക്ഷിക്കുന്നതുമായ ഒരു വിധിയും സൗകര്യവും നീ ഒരുക്കി കൊടുക്കണേ അല്ലാ. അതിലൂടെ മനസ്സിൽ കരുതിയ നേർച്ചയെ വീട്ടാൻ പടച്ചവനെ അവരുടെ അമീറിന് തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാ. പടച്ചവനെ റഹ്മാനായ നാഥാ, പ്രത്യേകം ദുആ വസിയത്തുമായി വന്ന കാമില എന്ന സഹോദരി, അവരുടെ ഭർത്താവ്, കുടുംബം ഒക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കി മക്കളെ നീ കബൂൽ ചെയ്യണം അല്ലാ. അവരുടെ ജീവിതം നീ ഭാസുരമാക്കണേ അല്ലാ. സമാധാനപൂർണ്ണമാക്കണം അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ കൊണ്ട് അവരുടെ ജീവിതം നീ ധന്യമാക്കണേ അല്ലാ. എത്രയോ നാളുകളായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത വിഷമത്തിൽ കഴിയുന്ന ആ കുടുംബത്തിന് നീ സ്വാലിഹീങ്ങളും ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണം അല്ലാ. പടച്ച റബ്ബേ, അതിന്റെ പേരിൽ ഒരു കശവിഷയും കഷ്ടതയും ഇല്ലാതെ സ്നേഹത്തോടെ ആ ജീവിതത്തിന് നീ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകണം അല്ലാ. പടച്ചവനെ, അതുപോലെ എന്തെല്ലാം നിയ്യത്തുകൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ആരെല്ലാം ഉണ്ടോ, അവിടെ മനസ്സിന്റെ മുറാദുകൾ എന്തെല്ലാം ഉണ്ടോ നീ അറിയുന്നവനാണല്ലോ നാഥാ, നീ അറിയുന്നവനാണല്ലോ റബ്ബേ. അല്ലാഹുവിന് മനസ്സിൽ കരുതിയ മുറാദുകൾ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ നീ കബൂൽ ചെയ്യണം അല്ലാ. സ്വീകരിക്കണം റഹ്മാനെ. പടച്ചവനെ, രോഗങ്ങൾ മാറാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. രോഗം എന്താണെങ്കിലും നീ മാറ്റി കൊടുക്കണം റബ്ബേ. ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. 22 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ക്യാൻസറിന്റെ പേരിൽ RCCയിൽ എത്തിയിരിക്കുന്നു നാഥാ. മറ്റൊരു സഹോദരൻ 35 വയസ്സ് 2 പിഞ്ച് പൈതങ്ങളുമായി വളരെ വിഷമത്തോടെ തളർന്നു പോയ കുടുംബത്തിന്റെ പ്രതിനിധികൾ RCCയിൽ കഴിയുന്നു റബ്ബേ. അല്ലാഹു, എത്രയും വേഗം അവർക്ക് വീട്ടിലേക്ക് മടങ്ങിയെത്താൻ, സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം കഴിഞ്ഞുകൂടാൻ, ജീവിക്കാനുള്ള വിധി കൂട്ടണേ അല്ലാ. അതുപോലെ തളർത്തിക്കളയുന്ന, തകർത്ത് കളയുന്ന ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളുടെ പേരിൽ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ആരെല്ലാം ഉണ്ടോ നീ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകിയ ആരോഗ്യത്തിനെ ബറക്കത്തിലാക്കി നിലനിർത്തണമല്ലോ. ആരോഗ്യത്തോടെ, ആഫിയത്തോടെ ദീർഘായുസ് തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ഉസ്താദുമാർ, സൗഹൃദ ബന്ധങ്ങൾ, വേണ്ടപ്പെട്ടവർ, വിശിഷ്യ ഇന്നേ വരെ ഈ സാധുക്കളായ മക്കളെ സഹായിച്ചവർ, അവരെല്ലാവരെയും നീ ആഫിയത്തോടെ ബാക്കിയാക്കണേ അല്ലാ. പടച്ചവനെ, നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ, നിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രബോധനത്തിന്റെ പ്രചാരണത്തിന്റെ തടസ്സം വരുത്തുന്ന ഒരു ആരോഗ്യ പ്രതിസന്ധിയിലും പെടുത്താതെ കാക്കണേ അല്ലാ. ആരോഗ്യം നീ ബറക്കത്തിലാക്കി നിലനിർത്തി തരണമല്ലാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് നിന്നിലേക്ക് വന്നവർ, ഞങ്ങൾക്ക് മുമ്പേ നീ നിന്നിലേക്ക് വിളിച്ചവരായ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, സഹായികൾ, സൗഹൃദ ബന്ധങ്ങളിലുള്ളവർ പലരുമുണ്ട് റബ്ബേ. വിശിഷ്യ ഇന്നത്തെ ദിവസവും ദുആയിൽ വായിക്കപ്പെട്ട പലരുമുണ്ട് റബ്ബേ. ഇവിടെ എത്തിച്ചേർന്നവരും അല്ലാത്തവരുമായി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത് മനസ്സിൽ കരുതിയ ഖബറാളികൾക്ക് നീ പുറത്തു കൊടുക്കണം നാഥാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാ. സന്തോഷകരമായ പരലോകം നൽകണേ അല്ലാ.
നാളെ പാരത്രിക ലോകത്തിന്റെ വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ നാഥാ, കാരുണ്യവാനായ റബ്ബേ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ ഒരു വാക്ക് കൊണ്ട്, നോക്കുകൊണ്ട്, പെരുമാറ്റം കൊണ്ട് നല്ല സഹായികളായി മാറിയവർ ഏത് രൂപത്തിലാണെങ്കിലും അവരെ നീ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കണമല്ലാ. അവരുടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണേ റബ്ബേ. ജീവിത വരുമാന വഴികളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. പടച്ചവനെ, ഇതുപോലെ നിന്റെ ദീനിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഏതെല്ലാ സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകളിൽ, നിന്റെ കലാലയങ്ങൾ, വഖഫിന്റെ സംവിധാനങ്ങൾ ഈ രാജ്യത്തും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എവിടെയെല്ലാം ഉണ്ടോ അതൊക്കെ നിന്റെ ദീനിന് വേണ്ടി മാത്രം ബറക്കത്തിലാക്കി നിലനിർത്തണം അല്ലാ. ഈ ഉമ്മത്തിനെ നീ ഉണ്ടാക്കണേ റബ്ബേ, നന്നാക്കണേ അല്ലാ. പടച്ചവനെ, എത്രയും വേഗം ഈ ഉമ്മത്തിന്റെ കണ്ണീരുകൾ അവസാനിച്ച് സന്തോഷത്തിന്റെ, പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ കിരണങ്ങൾ കാണാൻ വിധി കൂട്ടണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നിന്റെ പരിശുദ്ധമായ ഭവനം, പള്ളി വരുന്ന റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കയറി സുജൂദ് ചെയ്യാൻ എത്രയും വേഗം അതിന്റെ നിർമ്മാണം നീ പൂർത്തിയാക്കി തരണം അല്ലാ. അതിനുവേണ്ടിയും ഇന്നേ വരെ സഹായിച്ചവരെ നീ അർഹമായ പ്രതിഫലം കൊണ്ട് സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഏതെല്ലാം നിയ്യത്തുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ മജ്ലിസിൽ ആമീൻ പറയുന്ന ആരെല്ലാം ഉണ്ടോ പടച്ചവനെ, ദുആ വസിയത്ത് ചെയ്തിട്ട് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതീക്ഷയോടെ കഴിയുന്നവർ എവിടെയാണുള്ളതെങ്കിലും അവരുടെ മുറാദുകൾ, നിയ്യത്തുകളെ സഫലമാക്കണ റബ്ബേ. അവരുടെ ആശങ്കകളെ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ഈ മജ്ലിസിനെയും ഇവിടെ സംഗമിച്ചവരെയും കബൂലാക്കണേ അല്ലാ. اللهم ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين. اللهم إنك تعلم ذنوبنا فاغفرها، وتعلم عيوبنا فاسترها، وتعلم أمراضنا فاشفها، وتعلم حاجاتنا فاقضها يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقي صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.